ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരിമാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു തന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് മീഖാ പ്രവാചകന്റെ പ്രവചനം 6:8. ഹേ മർത്യനെ, നല്ലതെന്താണെന്ന് കർത്താവ് തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. നീതിയോടെ പ്രവർത്തിപ്പാനോ, കരുണയെ സ്നേഹിക്കുവാനോ, താഴ്മയോടെ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ. മീഖാ പ്രവാചകൻ ഈ കാര്യങ്ങൾ മനുഷ്യന് സാധ്യമാണെന്നും വളരെ ചെറിയ കാര്യങ്ങളാണ് കർത്താവ് നമ്മൾ ആവശ്യപ്പെടുന്നതെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം പ്രസാദിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങളാണ് മീഖാ പ്രവാചകൻ ഇവിടെ ഊന്നി പറയുന്നത്. ദൈവം പൂർണ്ണതയോ ആചാരങ്ങളോ ആഗ്രഹിക്കുന്നില്ല. വിനയം, കരുണ, അനുകമ്പ ഇവയിൽ അധിഷ്ഠിതമായ ജീവിതങ്ങൾ നയിക്കുവാൻ കർത്താവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്: തന്നോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവർ, തന്നോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവർ കരുണയുള്ളവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം, അനുകമ്പ ഉള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതിലൊന്ന് നീതിയോടെ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. നീതിയോടെ പ്രവർത്തിക്കുക എന്നാൽ നമ്മുടെ അയൽക്കാരൻ അന്യായം ചെയ്യുമ്പോഴും, അവൻ നമ്മോട് പൗരുഷമായി പെരുമാറുമ്പോഴും, എന്നാൽ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടും അനുകമ്പയോടും വിനയത്തോടും കൂടി പെരുമാറുവാൻ നമുക്ക് കഴിയണം. അതാണ് ഒരു ദൈവ പൈതലിന്റെ മുഖ്യമായ അടയാളം. 2, കരുണയെ സ്നേഹിക്കുക. കരുണയെ സ്നേഹിക്കുക എന്നാൽ നീതിക്ക് അപ്പുറത്തേക്ക് പോകുക. നമ്മെ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോഴും ബുദ്ധിമുട്ടിക്കുമ്പോഴും ആ വേദനയുടെ ചക്രത്തെ തകർത്തുകൊണ്ട് അവരോട് കരുണ കാണിക്കുക. 3, ദൈവത്തോടൊപ്പം താഴ്മയോടെ നടക്കുക. എന്നതിനർത്ഥം, കർത്താവ് എനിക്ക് നിന്നെ വേണം എന്ന ഹൃദയ ആഗ്രഹത്തോടെ കർത്താവോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുക, അവനോടൊപ്പം നടക്കുക. എളിമയോടെ നടക്കുക എന്നതിനർത്ഥം, നമ്മുടെ മാനുഷികമായ കഴിവുകളിലോ, നമ്മുടെ സ്വത്തിലോ സമ്പത്തിലോ, നമ്മുടെ സൗന്ദര്യത്തിലോ അഹങ്കാരം കൊള്ളാതെ എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന്, എല്ലാം ദൈവത്തിന്റെ കൃപയാണെന്നുള്ള ഉദ്യമബോധത്തോടെ കർത്താവിന് മുമ്പിൽ താഴ്മയോടെ ആയിരിക്കുക. ഹല്ലേലൂയ. അയാൾ പ്രിയരെ, ഈ വചനം നൽകിയ ദൈവത്തിന് നന്ദി പറയാം. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീതിയോടെ പ്രവർത്തിക്കുവാനും കരുണയെ സ്നേഹിക്കുവാനും താഴ്മയോടെ അപ്പുറത്തോടൊപ്പം നടക്കുവാനും മീഖാ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നതുപോലെ അപ്പുറത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാൻ, വിനയത്തോടെ ആയിരിക്കുവാൻ, അവിടെ നിന്നും ഞങ്ങളും ഒന്നായിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം ഒരുക്കണമേ. അതിനായി ഞങ്ങളെ അവിടുത്തെ ആത്മാവിനെ ഉണർത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം.